ഹലോ ഗൈസ്, ഞാനിവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ എയറാണ് ഇതുകൊണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു തരാം. വെളുപ്പില്ലാത്തത് ഇതാണ് ഇവിടുത്തെ ഡാഗിനി കുട്ടൂസൻ, അല്ലെങ്കിൽ രാജു രാധ. ഭയങ്കര പൊരുത്താണ് രാജുവും രാധയും തമ്മിൽ. ലുട്ടാപ്പി കുന്തം എന്നൊക്കെയാണ് ഇവരെ ഞങ്ങൾ വിളിക്കുന്നത്. ഇതുകൊണ്ട് എന്നെ എറിഞ്ഞതാണ് ഈ കാണുന്നതാ. ഇതാ. അപ്പോൾ ഞാൻ ഓരോന്നും പെറുക്കിയിട്ട് തിരിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. കണ്ടോ അപ്പോൾ കൊടുത്തതിനൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? അല്ല, കിട്ടിയതിനൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? വേണ്ടേ? ഇതുണ്ടോ, ഇതിപ്പോൾ വന്നതാണേ. തിരിച്ചു തരാം. വേണോ? ഒരു ദിവസം അപ്പനും വെച്ചത് പെരുത്തതാണോ മിനിയത്? അവനും തിന്നണത് കാണാൻ അവിടെ കൊണ്ടുപോയി വെച്ചു. മുട്ടൊന്നും വളയുന്നില്ല. നിങ്ങൾ നടത്തി താട്ടാ. എനിക്ക് കൈ കൊണ്ട് നഗതി കൈ കൊണ്ട് നടത്താൻ പറ്റുന്നില്ല. ഹായ് ഗൈസ്, രാവിലത്തെ പ്രഭാത ഭക്ഷണമാണ് ഗൈസ്. രാവിലെയും പ്രഭാതം ഒന്നല്ലേ? കോടീശ്വരൻ പരിപാടി ടി വിയിലിടുന്ന സമയത്തെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും. അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എടാ എൻ്റെ ഉത്തരം പറഞ്ഞുതരാൻ. എനിക്കറിയില്ല അമ്മച്ചി എന്നൊന്നും അമ്മച്ചി അറിയാം. അപ്പച്ചനോട് തൊട്ട് അവനറിയാം, മനഃപൂർവ്വം പറഞ്ഞു തരാത്തതാണ്. അതുപോലെ മിനി അറിയില്ല എന്ന് പറഞ്ഞത് അംഗീകരിക്കണം. ഇപ്പം ഞാൻ റിവിഷൻ നടത്തുമ്പോൾ കുട്ടികൾ എഴുതിയിരുന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കുകയാണല്ലോ ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗ്രാമറിൻ്റെ എക്സാം നടത്തി, മാർക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല മക്കളെ, എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ പഠിപ്പിച്ചവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണല്ലോ ഗ്രാമറിന് മാർക്ക് പോയത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. മിസ്റ്റേക്കുകൾ അംഗീകരിക്കണം, അല്ലേ രാജു? രാജുവിൻ്റെ അതെ ഒരേപോലത്തെ നൈറ്റി ഇടും, ഒരേ സ്വഭാവവും. ഇവിടെ ഇരുന്നു അല്ല, ഫോണ് ഇവിടെ ഇരുന്നു. ഇവിടെ ഇരുന്നു. എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിലാണ് വരാറില്ല. സോഷ്യൽ സ്റ്റാറ്റസ് സോഷ്യൽ മാർക്ക് കൂടുന്നു. ആർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് കൂടുന്നു? എനിക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. തൊട്ടാണെങ്കിലും അറിയപ്പെടുന്ന എൻ്റെ രീതിയിലുണ്ട്. വിശക്കണ്ടേ? എന്താ ഭയം ഓർക്കണം. ടി വി ഓഫ് ചെയ്തെന്നാലോ അമ്മച്ചി സകലമാന ഉടാസ് സ്വഭാവമുണ്ട്. ആളില്ലാത്തോടത്ത് ഫാനിട്ടേക്കണേ. ഞാൻ ഓഫാക്കി. അമ്മച്ചി പകൽ മൊത്തം റൂമിൽ ലൈറ്റ് ഇട്ട് പോവുകയും ചെയ്യും. പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുക പറഞ്ഞിട്ട് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കുരുമുളക് കടി പോലതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാൻ 2-3 ദിവസമായി ഇവിടെ നല്ലൊരു നടേശൻ പള്ളി പറമ്പിക്കട ഇതാണ് പോകുന്നുണ്ടോ, അതിനെ മുറിച്ച് കൊണ്ടുവന്ന് അവിടെ നാട്ടിന്. അതെ, നടാസിനെ നടാൻ ദിനേശനെ ഒഴിവാക്കി. ഇത്രേ ഉള്ളൂ. ദിനേശൻ പോകുന്നുണ്ടോ? ദിനേശൻ പോവുകയെന്ന് കണ്ടപ്പോ ഞാൻ എന്താ പറയാ, കഞ്ഞിവെള്ളം മനസ്സിലായി പോവാന്നുള്ളത്.
കഞ്ഞിവെള്ളത്തിന്റെ ബാക്കി, പുളിവെള്ളം, മീനിന്റെ വേസ്റ്റ് എല്ലാം നല്ല കുരുമുളക് ഒഴിച്ചു. അതെന്ത് ചെയ്ത് ഉണങ്ങിപ്പോയി. വെള്ളം ഒന്നും അവിടെ ഒഴിക്കില്ല. മീൻ വെള്ളമൊക്കെ അകലായിട്ട് കളയുള്ളൂ. ഇവിടെ ഒരു മീൻ വെള്ളം അവിടെ ഒഴിച്ചാൽ മണക്കൂലേ? അല്ല ഇവിടെ ഒരു അടയ്ക്കാതെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കംപ്ലീറ്റ് അതിന്റെ ചോട്ടി കൊണ്ടിട്ട് വരും താരം. അവസാനം നോക്കിക്കൊണ്ട് അതിന്റെ സൈഡ് മൊത്തം പൊള്ളച്ച് പോയിട്ട് പൊള്ളിപ്പോയി. ക്രിസ്മസ് ചെടി അങ്ങനെ പോയത്. ക്രിസ്മസ് ചെടി ഒന്നും ഇട്ടിട്ടില്ല. പോയി ഞാൻ നന്നോടെ നോക്കി ഒന്നും ഇട്ടിട്ടില്ല. തെങ്ങില്ല. അടുത്ത ഇത് 110 ആ വലിച്ചോട്ടിലിട്ടത്. അതിന്റെ ഏഴ് അടുക്കത്ത് എത്തിയിട്ടില്ല.